കർത്താവെ, അങ്ങയുടെ മക്കൾ അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് ഈശോയെ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന അന്ന് ഞങ്ങൾക്ക് നൽകാൻ കാരണം എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേൽക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ച് വേണ്ടി ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവ്, മക്കൾ സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ആവശ്യത്തിന് വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ, ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക. അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും. പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പ്രയോജനപ്പെടാൻ വരും. അതുകൊണ്ട് കർത്താവ്, അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങയുടെ തിരുസേന അവരെ തൊഴണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ്. സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ട കർത്താവ്. ഒത്തിരി നിരീശ്വരന്മാർ അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ചൊരു പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ഈശോയെ, അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരുള്ള അപകടമായ വഴികൾ, ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നവരുണ്ട് ഈശോയെ. ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കിട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാ ജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കുന്നത് അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവയോട് സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അകപ്പെട്ടു പോയവരുണ്ട് ഈശോയെ. പല പല ബന്ധങ്ങളിലും ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിലും അകപ്പെട്ടു പോരുണ്ട് ഈശോയെ. അപ്പം മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ മക്കൾ തന്നെ കർത്താവെ ചെയ്യുന്നത് ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിക്കുകയും അതേസമയം തന്നെ പിരിയാവുന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ജഡികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ ആസക്തിയോടെ സഞ്ചരിക്കുന്ന വ്യക്തിയുണ്ട് ഈശോയെ. ദൈവകൃപ വറ്റിപ്പോയവരുണ്ട് ഈശോയെ. അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നൽകട്ടെ. പൈശാചിക പീഡകളും ഭയമുള്ളവർ, വേദനയുള്ളവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. രോഗപീഡിതരും മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ, അവരുടെ എല്ലാ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ, സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരം ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനഹാനി നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ. കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാതിരിക്കുന്നവർ, അതുപോലെ തന്നെ വിൽക്കാതെ നിവൃത്തിയില്ല, പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോകുന്ന വെച്ചുകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമില്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധായ സർവ്വശക്തൻ നയിക്കുക.